കുട്ടികൾ പഠിക്കാൻ തുടങ്ങുന്ന സമയത്ത് എന്താണ് അവരുടെ ലക്ഷ്യം എന്ന് ചോദിച്ചാൽ പലപ്പോഴും പറയാൻ പറ്റില്ല. ഒരു 7ാം ക്ലാസ് കഴിയുമ്പോൾ എനിക്ക് പോലീസുകാരനാവണമെന്ന് പറയും, അല്ലെങ്കിൽ 9 കഴിയുമ്പോൾ എനിക്ക് IAS കാരാവണമെന്ന് പറയും. അത് കഴിഞ്ഞ് എഞ്ചിനീയറിംഗ് പോയി തിരിച്ചു വന്ന് ഏതെങ്കിലും മാർക്കറ്റിംഗ് കമ്പനിയിൽ ജോലി ചെയ്യും. ഇങ്ങനെ ഒരു തരത്തിൽ നമ്മൾ മനസ്സിൽ ഉദ്ദേശിക്കാത്ത ഒരു തരത്തിൽ പോയി ഒരു പ്രത്യേക ഭാഗത്ത് പോയി നമ്മൾ എത്തപ്പെടുന്നു. ആ എത്തപ്പെടുന്ന ആ ഒരു ഭാഗത്തു നിന്നാണ് പിന്നെ നമുക്ക് ഓരോ ദിവസവും നമുക്ക് പുതിയ ലക്ഷ്യം എന്നുള്ള സംഭവം പലപ്പോഴും നമുക്കുണ്ടായി വരുന്നത്. കാരണം ചെറുപ്പത്തിൽ നമ്മൾ ലക്ഷ്യം വയ്ക്കുക എന്നുള്ളത് ആദ്യം വെറും പഠനം മാത്രമായിട്ട് ലക്ഷ്യം വയ്ക്കും. ഈ പഠനം ലക്ഷ്യം വയ്ക്കുന്ന സംഭവം ഒരു സ്റ്റേജ്, അതായത് നമ്മുടെ ജീവിതത്തിൻ്റെ ആകെയുള്ള കാഴ്ചപ്പാട് അല്ലെങ്കിൽ എവിടം വരെ നമ്മൾ എത്തണം എന്നുള്ളതിൻ്റെ കാഴ്ചപ്പാടിനെ ബേസ് ചെയ്തിട്ടാണോ ആദ്യത്തെ പഠനത്തിൻ്റെ ഒരു സ്റ്റെപ്പ് വയ്ക്കണമെന്ന് നമുക്ക് പറയാൻ കഴിയുന്നില്ല. ഇന്ന് നമ്മുടെ കുട്ടികളുടെ കാര്യത്തിലും പറയാൻ കഴിയുന്നില്ല, നമ്മുടെ കാലഘട്ടത്തിലും നമ്മൾ പറയാൻ കഴിയുന്നില്ല. നമ്മൾ ഇവിടേക്ക് എത്തണം എന്ന് വിചാരിച്ച് ആദ്യം തൊട്ടേ ലക്ഷ്യത്തിലേക്ക് ഇങ്ങനെ കയറി പോവുമായിരുന്നു. അപ്പോൾ ഒരു സ്റ്റെപ്പ്, ഒരു സ്റ്റേജിലേക്ക് നമ്മൾ കയറിയിട്ട് ആ സ്റ്റേജിൽ കയറി നിന്നിട്ട് നമ്മൾ ചുറ്റും നോക്കും, ഇനി അടുത്ത ലക്ഷ്യം, അടുത്ത സ്റ്റെപ്പ് എവിടെയാണ് എത്തേണ്ടത്. അപ്പോൾ ജീവിതത്തിൻ്റെ ഓരോ സ്റ്റേജുകളും നമ്മളെ സംബന്ധിച്ച് ലക്ഷ്യമാണ്. ആദ്യത്തെ ഒരു ചെറുപ്രായത്തിൽ അല്ലെങ്കിൽ ഒരു കുട്ടിയായിരുന്നപ്പോൾ നമ്മളെ സ്കൂളിൽ കൊണ്ട് ചേർക്കാൻ വന്നത് ഏത് സ്കൂളിൽ ചേർക്കണം എന്ന് വിചാരിച്ചത് ഒരു ലക്ഷ്യമായിരുന്നിരിക്കാം. നമ്മളെ LKGയിലോ 1ാം ക്ലാസ്സിലോ ഇന്ന സ്കൂളിൽ ചേർക്കണം എന്നുള്ളത് പാരൻസിൻ്റെ ഒരു ലക്ഷ്യമായിരുന്നിരിക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ 10ൽ ഇത്ര മാർക്ക് മേടിക്കണം എന്നുണ്ടായിരുന്ന അവരുടെ ലക്ഷ്യമായിരുന്നിരിക്കാം. അത് കഴിഞ്ഞ് +2 ഇത്ര മാർക്ക് വേണം എന്ന് വിചാരിച്ച അവർ ലക്ഷ്യമായിരിക്കാം. പക്ഷേ ആ +2ൻ്റെ ലക്ഷ്യത്തിൻ്റെ സമയത്ത് ഇവർ ചിന്തിക്കും ഇവനെ ഇങ്ങനെയാക്കണം എന്ന് പാരൻസ് ലക്ഷ്യം വെച്ചിട്ടുണ്ടാവാം. ഇതേ സമയത്ത് കുട്ടിയത്തെ ലക്ഷ്യം വെച്ചിട്ടുണ്ടെന്ന് അറിയില്ല. കാരണം കുട്ടി ആ സമയത്ത് മുഴുവൻ പാരൻസ് പറഞ്ഞ പാരൻസിൻ്റെ അംബീഷനെ ഞാൻ എത്തിക്കാൻ വേണ്ടി കാണിക്കുന്ന ഒരു ലക്ഷ്യത്തിലാണ് കുട്ടികൾ പലപ്പോഴും പോകുന്നത്. അല്ലാതെ ഒരു പർട്ടിക്കുലർ ഏജ് വരെ ആ കുട്ടി ലക്ഷ്യം വച്ചിട്ടില്ല. പക്ഷെ നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ അങ്ങനെയായിരുന്നില്ല. കാരണം എൻ്റെയൊക്കെ കാലഘട്ടത്തിൽ പാരൻസ് അത്ര ലക്ഷ്യമൊന്നും എന്നെപ്പറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ സ്റ്റേജ് പോകുമ്പോൾ ആ ഒരു നെക്സ്റ്റ് സ്റ്റേജ് കണ്ടുപിടിക്കേണ്ട ആവശ്യം എൻ്റെ ആയിരുന്നു. ഇന്നത്തെ കുട്ടികൾക്കതല്ല. കാരണം 2ാമത്തെ സ്റ്റേജ് ഒരു പർട്ടിക്കുലർ പ്രായം വരെ, ഒരു +2 കഴിഞ്ഞ് ഡിഗ്രിക്ക് കയറുന്ന കാലഘട്ടം വരെയെങ്കിലും ആ കുട്ടിക്ക് സ്വന്തമായിട്ട് ലക്ഷ്യം വയ്ക്കാനുള്ള സ്വാതന്ത്ര്യമൊന്നുമില്ല. കാരണം പാരൻസ് ഇങ്ങനെ വളരെ കീനായിട്ട് പുറകെ നടക്കുക. നമ്മുടെ കാലത്ത് ഏട്ടനിമാർ ധാരാളം ഉള്ളതുകൊണ്ടും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കുട്ടികളെ ഒന്നും നോക്കാനുള്ള അല്ലെങ്കിൽ അവരുടെ പുറകെ നടക്കാനുള്ള സാഹചര്യം ഇല്ലാത്തതുകൊണ്ടൊക്കെ ആയിരിക്കാം ആ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് റൂറൽ ഏരിയയിലൊക്കെയുള്ള താമസിച്ചിരിക്കുന്ന ഞങ്ങളെ പോലുള്ളവർക്കോ അല്ലെങ്കിൽ ചോയുള്ളവർക്കൊക്കെ ഇത് തന്നെയായിരിക്കാം. കാരണം ഇങ്ങനെ വേണമെന്ന് നിർബന്ധിച്ചിട്ടുള്ള ലക്ഷ്യമൊന്നും ആയിരുന്നില്ല.